സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂർ. കണ്ണൂർ തിരിച്ചുപിടിച്ചത് കഴിഞ്ഞ വർഷം നേരിയ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ കലാകിരീടം. കനോലി കനാലിൽ ആരംഭിച്ചിട്ടുള്ള ഡ്രെഡ്ജിംഗ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയാകുന്നു. മത്സ്യങ്ങൾ വൻതോതിൽ ചത്തുപോകുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ. ശ്രീനാരായണപുരം പള്ളിനടയിൽ ഇരുമ്പ് നടപ്പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഉന്നതതല സംഘം സ്ഥലം പരിശോധിച്ചു. പരിശോധനാ റിപ്പോർട്ട് എത്രയും വേഗം NHA അധികൃതർക്ക് കൈമാറും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂർ. കഴിഞ്ഞ വർഷം നേരിയ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ കലാകിരീടമാണ് കണ്ണൂർ തിരിച്ചുപിടിച്ചത്. നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂരിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് കണ്ണൂരിന്റെ കിരീട നേട്ടം. സ്വന്തം തട്ടകത്തിൽ തൃശൂരിനെ മലർത്തിയടിച്ചുകൊണ്ടാണ് കണ്ണൂരിന്റെ കിരീട നേട്ടം. തുടക്കം മുതൽ പ്രകടിപ്പിച്ച മികച്ച മുന്നേറ്റം അവസാന നിമിഷം വരെ നിലനിർത്താൻ കണ്ണൂരിനായപ്പോൾ വാശിയേറിയ മത്സരത്തിനൊടുവിൽ തൃശൂർ റണ്ണറപ്പുകളായി. 1023 പോയിന്റുമായാണ് കണ്ണൂർ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത്. 2ാം സ്ഥാനത്തുള്ള തൃശൂരിന് 1018 പോയിന്റാണ് സമ്പാദിക്കാനായത്. കോഴിക്കോട് 3ാം സ്ഥാനത്ത്. 1013 പോയിന്റാണ് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. ജില്ലയിലെ കലാപ്രതിഭകളുടെ കഠിനാധ്വാനത്തിന് ലഭിച്ച ഈ വിജയത്തോടെ കണ്ണൂർ വീണ്ടും കേരളത്തിന്റെ കലോത്സവത്തിലെ അഭിമാന നേട്ടം പിടിച്ചെടുക്കുകയായിരുന്നു. സ്കൂളുകളുടെ കാര്യത്തിൽ ആലത്തൂർ ഗുരുകുലം HSS ആണ് മുന്നിലെത്തിയത്. സമാപന സമ്മേളനത്തിൽ മോഹൻലാൽ സ്വർണ്ണക്കപ്പ് വിജയികൾക്ക് സമ്മാനിച്ചു. സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാർ, MLAമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 6 ജില്ലകളിൽ നിന്നും 8 വിദ്യാലയങ്ങളെ ഇരുള നൃത്തം പഠിപ്പിച്ച് ശ്രദ്ധ നേടി അട്ടപ്പാടിയിലെ കമ്മ്യൂണിറ്റി തിയേറ്റർ. ചാലക്കുടി ജില്ല സമഗ്ര ആദിവാസി വികസന പദ്ധതി കുടുംബശ്രീ മിഷൻ കീഴിൽ 2015 ആരംഭിച്ച യുവജന സംരംഭമാണ് കമ്മ്യൂണിറ്റി തിയേറ്റർ. ആദിവാസി ഊരുകളെ മുൻനിരയിലേക്ക് എത്തിക്കുവാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ കൊടോത്ത് അംബേദ്കർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ CHS സ്കൂൾ, കോഴിക്കോട് ജില്ലയിലെ സിൽവർ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും, മലപ്പുറം കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടയം സെന്റ് തെരേസാസ് ഹൈസ്കൂൾ, ആലപ്പുഴ പടനിലം ഹയർ സെക്കൻഡറി സ്കൂൾ, എറണാകുളം കോലഞ്ചേരി ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്ക് വേണ്ടിയാണ് ഇരുള നൃത്തത്തിന്റെ പാട്ടും ചുവടും അട്ടപ്പാടി കമ്മ്യൂണിറ്റി തിയേറ്റർ പഠിപ്പിച്ചു നൽകിയത്. കമ്മ്യൂണിറ്റി തിയേറ്റർ ഡയറക്ടറും പിന്നണി ഗാന ഗായകനും സംഗീത സംവിധായകനുമായ സുധീഷ് മരുതളത്തിന്റെ നേതൃത്വത്തിൽ 8ഓളം പേർ മാസങ്ങളോളം പ്രയത്നിച്ചാണ് ഇവരെ വേദിയിലെത്തിച്ചത്. ഇതിൽ 4 വിദ്യാലയങ്ങൾക്ക് A ഗ്രേഡ് നേടാനും സാധിച്ചു. കമ്മ്യൂണിറ്റി തിയേറ്ററിലെ അധ്യാപകരായ സജീഷ് ചന്ദ്രൻ, ഗജേന്ദ്രൻ കുലുക്കൂര്, അനീഷ് പ്ലാമരം, അരവിന്ദ് പ്ലാമരം, അജയ് പ്ലാമരം, കൃഷ്ണദാസ് ഭൂതി വഴി, അനീഷ് പുലിയറ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നു. A ഗ്രേഡ് ലഭിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും തേക്കിൻകാട് മൈതാനത്തിൽ ഇരുള നൃത്തം അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. മീഡിയ ടൈം, തൃശൂർ.
ശ്രീനാരായണപുരത്ത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കനോലി കനാലിൽ ആരംഭിച്ചിട്ടുള്ള ഡ്രെഡ്ജിംഗ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും കക്കവാരൽ തൊഴിലാളികൾക്കും മത്സ്യക്കൂട് കൃഷി കർഷകർക്കും ഭീഷണിയാകുന്നു. മത്സ്യങ്ങൾ വൻതോതിൽ ചത്തുപോകുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. അനുവദനീയമായതിലും കൂടുതൽ ഡ്രെഡ്ജിംഗ് നടത്തുന്നുണ്ടെന്നാണ് പൊതുവെ ആക്ഷേപം ഉയരുന്നത്. ശ്രീനാരായണപുരത്ത് ഡ്രെഡ്ജിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി പുഴയിലെ വെള്ളത്തിൽ ചെളിയും ഓയിലും കലർന്നതിനാൽ മത്സ്യങ്ങൾ പുഴയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. പുഴയിലെ മണൽ ഖനനത്തിലൂടെ കക്കയും മണലിനോടൊപ്പം കയറിപ്പോകുന്നു. കനോലി കനാലിൽ ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടെ മത്സ്യക്കൂട് കൃഷി നടത്തിയവരുടെ മത്സ്യങ്ങൾ വൻതോതിൽ ചത്തുപോവുകയും പകരം പുതിയ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. കനോലി കനാലിൽ ആരംഭിച്ചിട്ടുള്ള ഡ്രെഡ്ജിംഗ് മൂലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെടുകയും കൂട് മത്സ്യ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടവുമാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിനും സ്ഥലം MLAയ്ക്കും മത്സ്യത്തൊഴിലാളികൾ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം അതീവ ഗൗരവമുള്ളതാണെന്നും ഇതിന് പരിഹാരമുണ്ടാവണമെന്നും സർക്കാർ അനുവദിച്ചിട്ടുള്ള അളവിൽ കൂടുതൽ ഡ്രെഡ്ജിംഗ് നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് ET ടൈസൺ MLA കത്ത് നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ശ്രീനാരായണപുരം പള്ളിനടയിൽ ഇരുമ്പ് നടപ്പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റിയുടെ ഫുട് ഓവർ ബ്രിഡ്ജ് ഉന്നതതല സംഘം സ്ഥലം പരിശോധിച്ചു. പരിശോധനാ റിപ്പോർട്ട് എത്രയും വേഗം NHA അധികൃതർക്ക് കൈമാറുമെന്നും എത്രയും വേഗം പാല നിർമ്മാണം ആരംഭിക്കുമെന്നും സംഘം അറിയിച്ചു. നിർദ്ദിഷ്ട 6 വരിപ്പാത മുറിച്ചുകടക്കാൻ 14 അടി ഉയരമുള്ള മരക്കോണി കയറേണ്ടി വരുന്ന ശ്രീനാരായണപുരം പള്ളിനടയിൽ ഇരുമ്പ് നടപ്പാലം നിർമ്മിക്കുന്നു. ഇതിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റിയുടെ ഫുട് ഓവർ ബ്രിഡ്ജ് ഉന്നതതല സംഘം പള്ളിനടയിലെത്തി സ്ഥലം പരിശോധിച്ചു. ദേശീയപാത എഞ്ചിനീയർ വിഷ്ണു, ലൈസൻ ഓഫീസർ ബാബു, കരാർ കമ്പനി പ്രതിനിധി വിനു, സർവേ ടീം തുടങ്ങിയവരടങ്ങിയ സംഘമാണ് ശനിയാഴ്ച രാവിലെ ET ടൈസൺ MLAയോടൊപ്പം സ്ഥലം പരിശോധിച്ചത്. പള്ളിനട സെന്ററിന് 50 മീറ്ററോളം വടക്കുമാറി പഞ്ചായത്ത് ഓഫീസ് റോഡിന് മുൻഭാഗത്തായിട്ടാണ് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയതെന്നാണ് സൂചന. പരിശോധനാ റിപ്പോർട്ട് എത്രയും വേഗം NHA അധികൃതർക്ക് കൈമാറുമെന്നും എത്രയും വേഗം പാല നിർമ്മാണം ആരംഭിക്കുമെന്നും സ്ഥലം MLAയെ അറിയിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ, ബ്ലോക്ക് മെമ്പർ വേണു തച്ചമ്പിള്ളി, വാർഡ് മെമ്പർമാരായ ഷീലു, സജിത പ്രദീപ് എന്നിവരും സന്നിഹിതരായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പറവൂരിൽ വീട്ടമ്മയെ കീരി കടിച്ചു. പറവൂർ വെള്ളുത്താട്ട് ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിലെ ജീവനക്കാരിയും കെടാമംഗലം കൊപ്പറമ്പ് ഗോപാലന്റെ ഭാര്യയുമായ അമ്മിണിയെ ആണ് കീരി കടിച്ചത്. ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തുവെച്ച് പൂജാപാത്രങ്ങൾ വൃത്തിയാക്കുന്നതിനിടെ കീരി ഓടിവന്ന് വലതുകൈയിൽ കടിക്കുകയായിരുന്നു. അമ്മിണിയെ ഉടനെ പറവൂർ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു കുത്തിവെപ്പ് എടുത്തു. കീരി മനുഷ്യനെ കടിച്ച സംഭവം അപൂർവമാണെന്നാണ് പറയുന്നത്. ചേലക്കരയിൽ വ്യാപാര സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തത്തിൽ കടയിലെ സാധനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. സരസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന തൂലിക പ്രസ്സിലാണ് തീപിടുത്തമുണ്ടായത്. കടയുടെ ഉൾഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി ഓടിക്കൂടുകയായിരുന്നു. തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിയിൽ കൊമ്പ് കലാകാരനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നായത്തോട് സന്തോഷ് കുമാറിനെ മുൻ ക്ഷേത്രം ഉപദേശക സമിതി ആദരിച്ചു. തെക്കേ നടയിലെ കുരുമ്പമ്മയുടെ നടയിൽ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് നടന്ന ചടങ്ങിൽ KG ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ പ്രതിനിധി സുരേന്ദ്രവർമ്മ രാജയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ആദരപത്രം സമർപ്പിച്ചു. കീർത്തി പത്രിക മുരുകാനന്ദൻ അവതരിപ്പിച്ചു.
ഭഗവതിയുടെ വെളിച്ചപ്പാട് ഗിരീശൻ ഉപഹാരം സമ്മാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, കമ്മീഷണർ മിനി, ദേവസ്വം മാനേജർ വിനോദ്, ഇറ്റിത്തറ സന്തോഷ് എന്നിവർ സംസാരിച്ചു. BJP പിന്തുണയോടെ സ്വതന്ത്രാംഗം പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മറ്റത്തൂർ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് LDF അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി CPM-ലെ CC ബിജുവും, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി CPM-ലെ റെനി ജിജീഷും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന സ്വതന്ത്രൻ KR ഔസേപ്പാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മാടവന പടിഞ്ഞാറെ മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി ചന്ദ്രാപിന്നി വിംബിൾ അക്കാദമിയുടെ സഹകരണത്തോടെ സൗജന്യ പഠന പ്രശ്ന നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കൊർഗപ്പാടത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് വൈസ് പ്രസിഡന്റ് TS മുഹമ്മദ് ഹസൻ അധ്യക്ഷത വഹിച്ചു. വിംസ് അക്കാദമി ഡയറക്ടർ ഫൈസൽ CA മുഖ്യപ്രഭാഷണം നടത്തി. EB വർമ്മ, KP ഷമീന, ഫാത്തിമ സുഹറ, ഷജീല ഷിഹാസ്, ഫാത്തിമ മനാഫ്, ഡോക്ടർ സൗമ്യ സുനിൽ, സ്വാലിഹ PM, ആർഷ EM, സബിത, റംല VM എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മാലിങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വാർഷിക PTA ജനറൽ ബോഡി നടന്നു. HMDP സഭ പ്രസിഡന്റ് KV അനന്തൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ഡോക്ടർ രേഖ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ P ആത്മറാം, NV ചിത്ര, KS ബാലസുബ്രഹ്മണ്യം, അഭിജിത്ത് ബാബു, സാബു KG, CS പ്രസാദ് എന്നിവർ സംസാരിച്ചു. കുന്നുകരയിൽ അക്രമാസക്തമായി അലഞ്ഞു നടന്ന പോത്തിനെ പറവൂർ അഗ്നിരക്ഷാ നിലയ സേനാംഗങ്ങൾ പിടിച്ചുകെട്ടി. പോത്ത് 3 ദിവസമായി അലഞ്ഞു നടക്കുകയാണെന്നും പോത്തിന്റെ ഉടമസ്ഥനും നാട്ടുകാരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പോത്തിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്നും നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് അഗ്നിരക്ഷാസേന എത്തിയത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ പിടിച്ചുകെട്ടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂർ തിരിച്ചുപിടിച്ചത് കഴിഞ്ഞ വർഷം നേരിയ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ കലാകിരീടം. കനോലി കനാലിൽ ആരംഭിച്ചിട്ടുള്ള ഡ്രെഡ്ജിംഗ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയാകുന്നു. മത്സ്യങ്ങൾ വൻതോതിൽ ചത്തുപോകുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ. ശ്രീനാരായണപുരം പള്ളിനടയിൽ ഇരുമ്പ് നടപ്പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഉന്നതതല സംഘം സ്ഥലം പരിശോധിച്ചു. പരിശോധനാ റിപ്പോർട്ട് എത്രയും വേഗം NHA അധികൃതർക്ക് കൈമാറും. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.